ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ബാക്കി SCRTയുടെ GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ എക്സാമിന് മുമ്പൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി മൗലാന ഷൗക്കത്ത് അലി. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. മലബാർ കലാപത്തിൻ്റെ കാരണങ്ങൾ. 1. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടും ഉള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേവീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത്. 2. ഖിലാഫത്ത് നേതാവ് ആലിം മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് എന്നുള്ള തെറ്റായ വാർത്ത പരന്നത്. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം വാഗൻ കൂട്ടക്കൊല. വാഗൻ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ടചെയ്തികൾക്കെതിരെ സംഘടിച്ച 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണ സംഭവം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം അഹിംസ സമരത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഈ 10ാമത്തത് ഒരു പോയിൻ്റായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടും.